വത്തിക്കാനിലേക്ക് ശിവഗിരിയിൽ നിന്നുള്ള സന്യാസിമാർ പോയ ചടങ്ങ് ലോകം ശ്രദ്ധിച്ച ചടങ്ങായി അത് മാറി. പിന്നീട് പക്ഷേ ഉണ്ടായ ചർച്ചകൾ അത് ചില വിവാദങ്ങളിലേക്കും പോവുകയാണ്. പ്രത്യേകിച്ച് ശിവഗിരിയിൽ ഓരോ മതവിശ്വാസത്തിനും അനുസരിച്ചുള്ള ആരാധനാ കേന്ദ്രങ്ങൾ നിർമ്മിക്കണമെന്ന വാദം ചില കോണുകളിൽ നിന്ന് ഉയർന്നു വന്നു. ഇന്ന് നമുക്കിപ്പം ഉള്ളത് ഹിമകൽ ഭദ്രാനന്ദ സ്വാമിയാണ്. ആദ്യം ഈ കാര്യം ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ഒരുപക്ഷെ താങ്കളുടെ തോക്ക് വിവാദം, പോലീസ് സ്റ്റേഷനിൽ വെടിയുതിർത്ത സംഭവം, അതിനുശേഷം സാമൂഹ്യമായ പല വിഷയങ്ങളിലും താങ്കൾ ഇടപെട്ടിരുന്നു. കഴിഞ്ഞ കുറേ നാളുകളായി താങ്കൾ എവിടെയാണെന്ന് അറിയില്ല, കർണാടകയിലാണെന്ന് പറയുന്നു. അവിടെ മെൻറ്ററാണ്, പല രാഷ്ട്രീയക്കാരുടെയും മെൻറ്ററാണെന്ന് പറയുന്നു. ഞാൻ ഈ ആദ്യം ചോദിച്ച ചോദ്യത്തിലേക്ക് വരുന്നു. ശിവഗിരിയിൽ അങ്ങനെ പ്രത്യേകിച്ച് ആരാധനാലയങ്ങൾ വേണോ? ശിവഗിരിയെ സംബന്ധിച്ചിടത്തോളം ശ്രീനാരായണ ഗുരുദേവൻ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. അത് അന്നും ഈ ജാതിവെറി കൂടിയതുകൊണ്ട് ഗുരു അങ്ങനെ ഒരു നിലപാടിലേക്ക് കൊണ്ടുവന്നതാണ്. പക്ഷേ അവിടെ ഒരു മതത്തിൻ്റെ ആരാധനാലയം ഇന്ന ഇതായിട്ട് കൊണ്ടുവരണമെന്ന് ഗുരു ഒരിടത്തും പറഞ്ഞിട്ടുമില്ല. അത് ഗുരുവിൻ്റെ ഐഡിയോളജിയിൽ അങ്ങനെ ഒരു സംഭവവുമില്ല. കാരണം അവിടുത്തെ തനതായ രീതി അത് അങ്ങനെ തന്നെ നിലനിൽക്കണം അല്ലെങ്കിൽ നിലനിർത്തണം എന്നുള്ളതാണ് ശ്രീനാരായണീയരുടെ എല്ലാവരുടെയും താല്പര്യവും അതാണ്. പിന്നെ ഈ മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞ ഗുരുവിൻ്റെ ആ ഒരു ചിന്തയിൽ മതത്തിനെ കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് അതിനെ ഇപ്പോൾ ഇരിക്കുന്ന കോൺസെൻട്രേറ്റഡ് ഫോം ഗുരു എന്ന് പറയുന്ന ആ ഏറ്റവും വലിയ വിശ്വരൂപത്തെ അല്ലെങ്കിൽ വിശ്വഗുരുവിൻ്റെ ഐഡിയോളജിയെ വീണ്ടും ഡൈലൂട്ട് ചെയ്ത് കൊണ്ട് അവിടെ വീണ്ടും ഒരു കോൺസ്പിറസി ലെവലിലേക്ക് അത് കൊണ്ടുപോകുന്നതിൽ അർത്ഥമില്ല. താങ്കൾ ഇത് സംസാരിക്കുമ്പോൾ തന്നെ കുറച്ചുകൂടെ അഗ്രസീവായിരുന്നു താങ്കളുടെ ശബ്ദമൊക്കെ. പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടെ ഒന്ന് ലൈറ്റർ വെർഷൻ ആയതുപോലെ തോന്നുന്നു. ഞാൻ ഈ ചോദിച്ചതുപോലെ തന്നെ കർണാടകയിലെ ചില രാഷ്ട്രീയക്കാരുടെയൊക്കെ മെൻറ്ററായി മാറി എന്നൊക്കെ പറയുന്നു. അങ്ങനെ അത് വസ്തുതയാണോ? താങ്കൾക്ക് അവിടെ ആശ്രമമോ അങ്ങനെ എന്തെങ്കിലും സംവിധാനങ്ങളുണ്ടോ? ആശ്രമം എന്ന് പറയുന്നത് ആത്മാവിനെ അറിയാനുള്ള ഒരു ശ്രമമാണ്. അതിൽ നമ്മളിപ്പോൾ ഒരു കെട്ടിടം കൊണ്ട് മാത്രം ആശ്രമമാവുന്നില്ല. നമ്മൾ കെട്ടിടത്തിനകത്ത് ഇരുന്നിട്ടും ആത്മാവിനെ അറിയാൻ ശ്രമിച്ചില്ലെങ്കിൽ അതിൽ അർത്ഥമില്ല. അവിടെ കുറച്ച് സംവിധാനങ്ങളുണ്ട്. പിന്നെ നമ്മുടെ വെൽബീയിങ്ങിന് വേണ്ടിയിട്ട്, ഒരു സ്പിരിച്വൽ വെൽബീയിങ്ങിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ തന്നെ ഇങ്ങനെ വരാൻ കാരണം ഒരുപക്ഷെ താങ്കളുടെ ഒരു അഭിമുഖം ഈ സമയത്ത് എങ്ങനെ എന്തിനെടുക്കുന്നു എന്നൊരു ചോദ്യം വരും. ആക്ച്വലി ഞാൻ താങ്കളിലേക്ക് എത്തിയത് അതുകൂടി പറഞ്ഞു പോകണമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ നടൻ സിദ്ദിഖിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കന്റോൺമെൻറ്റ് സ്റ്റേഷനിൽ വന്നപ്പോൾ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ഒരു എനിക്ക് പരിചയമുള്ള സുഹൃത്ത് അദ്ദേഹമാണ് പറഞ്ഞത്, അങ്ങ് ഇവിടെ ഉണ്ട്, അപ്പോൾ അദ്ദേഹത്തിന് ശിവഗിരിയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞു. ഞാൻ വീണ്ടും അത് തന്നെയാണ് ചോദിക്കുന്നത്. ഒരുപക്ഷെ ഗുരു എല്ലാ മതവും ഒന്നാണ്, എല്ലാ മനുഷ്യനും ഒന്നാണ് എന്ന് പറഞ്ഞു വെക്കുമ്പോൾ അവിടെ ചില മതകേന്ദ്രങ്ങൾ സ്ഥാപിക്കണം എന്ന വാദം ഉയർത്തുന്നത്, അങ്ങനെ എല്ലാ മതങ്ങളുടെയും കേന്ദ്രങ്ങൾ അവിടെ സ്ഥാപിക്കാൻ കഴിയുമോ? അത് പ്രായോഗികമാണോ? എന്താണ് അക്കാര്യത്തിൽ അങ്ങേക്ക് തോന്നുന്നത്? ഒരിക്കലും അവിടുത്തെ യഥാർത്ഥ സന്യാസിമാർ അത് ചെയ്യില്ല, ചെയ്യാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് എനിക്ക് ശിവഗിരിയിലുള്ള തന്നെ അടുത്തുള്ള സന്യാസി സഹോദരങ്ങൾ എന്നെ അറിയിച്ചത്. പിന്നെ എല്ലായിടത്തും ചില വ്യക്തി താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നവരുണ്ടാവും. കാരണം ഗുരു പറഞ്ഞത് എല്ലാ മതങ്ങളെപ്പറ്റിയും പഠിപ്പിക്കാനാണ്. എല്ലാ മതങ്ങളുടെയും ആചാരങ്ങളെ അവിടെ കൊണ്ടുവന്ന് അതിൻ്റെ ക്ഷേത്രങ്ങൾ നിർമ്മിക്കാനോ ആരാധനാലയങ്ങൾ നിർമ്മിക്കാനോ ഗുരു പറഞ്ഞിട്ടില്ല. പിന്നെ ഗുരു എപ്പോഴും വേദനിച്ചത് അവിടെ ഇപ്പം ശിവഗിരിയിൽ നടക്കുന്ന പല കേസുകൾ എടുക്കൂ. അവിടെ ഇപ്പം സൂക്ഷ്മാനന്ദ സ്വാമിയുണ്ട്, സുഹൃദാനന്ദ സ്വാമിയുണ്ട്, പിന്നെ സച്ചിദാനന്ദ സ്വാമിയുണ്ട്. ഇപ്പോൾ ഓരോരുത്തരും നമ്മൾ വാർത്തകളിൽ ഇടം നേടിയ പല ആൾക്കാർ അവിടെയുണ്ട്. ഇപ്പോൾ ഗുരുപ്രസാദ് സ്വാമി, ഒരുപാട് പേര് അവിടെയുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ ശിവഗിരിയുടെ അനീതികളെപ്പറ്റി, അകത്ത് നടക്കുന്ന പ്രശ്നങ്ങളെപ്പറ്റി പുറത്തു കൊണ്ടുവന്ന സുഹൃദാനന്ദ സ്വാമിയാണ്. അദ്ദേഹം ഒരു തഹസീൽദാരായിരുന്നു. അതുകൊണ്ട് തന്നെ നിയമപരമായി അദ്ദേഹത്തിന് നല്ല അറിവുള്ള ആളാണ്, പക്കാ ഗുരുഭക്തനുമാണ്. അപ്പം ഗുരു എന്ത് ചെയ്യരുതെന്ന് പറഞ്ഞു അത് തന്നെ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില ഒരു വിങ് അതിനകത്തുണ്ട്. ആ വിങ്ങിനെതിരെ ഇദ്ദേഹത്തിൻ്റെ പരാതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അടുത്ത് വരെ അത് എത്തുകയും അല്ലെങ്കിൽ എത്തിപ്പെട്ടു എന്നുള്ളതാണ്. അതിൽ ഞാനും കൂടെ സാക്ഷിയാണ്. ലാസ്റ്റ് ഞാൻ കേരളത്തിൽ വരുന്ന സമയത്ത് അവരുടെ വിഷമങ്ങൾ മുഖ്യമന്ത്രി അറിയിക്കുകയും ചെയ്തു. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി? പാരലായിട്ടൊരു ട്രസ്റ്റ് തന്നെ അവിടെ ഉണ്ടാക്കി, അവിടുത്തെ ഫണ്ട് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന അവസ്ഥ. ഇതുകൊണ്ടാണ് ശ്രീനാരായണീയർ വളരെ അസ്വസ്ഥരായിരിക്കുന്നത്.
ശ്രീനാരായണീയർ വളരെ റിറ്റാലിയേറ്റ് ചെയ്യാൻ തുടങ്ങിയ അവസ്ഥയിലേക്ക് എത്തി. കാരണം ശാന്തിയും സമാധാനവും പഠിപ്പിച്ച ഗുരു, ഒരു തുള്ളി ചോര പോലും പൊടിയാതെ ഈ ലോകത്ത് ഏറ്റവും വലിയ വിപ്ലവം നടത്തിയ ഗുരു, അന്ന് അതിൽ എൻ്റെ കുടുംബത്തിലും എൻ്റെ മുത്തശ്ശനും അതിൽ ഒരു ഭാഗമാണ്. അപ്പോൾ അത്രയും ഇതായിട്ട് വന്നിട്ട് പോലും ആർക്കൊരു വേദന ഉണ്ടായിട്ടില്ല. എല്ലാവരും ഒരുമിച്ചാണ് നിന്ന് ഗുരുവിൻ്റെ ചിന്തകളെ ചേർത്ത് പിടിച്ചിട്ടാണ് ഈ സമുദായം അല്ലെങ്കിൽ ഈ സമൂഹം മുന്നോട്ട് പോയത്. ഇന്ന് ഗുരുവിൻ്റെ ചിന്തകൾക്കോ, ഗുരു പറഞ്ഞ് എൻ്റെ സഹോദരികളെന്ന് പറഞ്ഞ് ആ മരങ്ങളെപ്പോലും അവർ വെട്ടിമുറിച്ചു. അവിടെ പല കാര്യങ്ങളും ഗുരുവിൻ്റെ ധർമ്മത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കും. അമേരിക്കയിലുള്ള ഒരു മലയാളി തന്നെ അവിടുത്തെ ഒരു സ്വാമിക്കെതിരെയുള്ള പരാതി കൊടുക്കുന്നു. സാമ്പത്തികമായ തട്ടിപ്പ് നടത്തിയെന്ന ലൈംഗിക ആരോപണം, ഓഡിയോ ക്ലിപ്പുകൾ, അതോടൊപ്പം തന്നെ ചില ക്രിമിനൽ കേസുകൾക്ക് വേണ്ടി ചില സ്വാമിമാർ നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ എത്തുന്ന സാഹചര്യം. അതായത് തീർത്തും ഒരു ആത്മീയ കേന്ദ്രത്തിൽ നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഉണ്ട് അവിടെ. അങ്ങനെ ഉള്ളതിനെ നിയമപരമായി അത് നേരിടാൻ വേണ്ടിയിട്ട് കഴിയാത്തത് കൊണ്ടാണ് പലവരും അവരുടെ വിഷമങ്ങൾ പല രീതിയിലും സോഷ്യൽ മീഡിയയിലൂടെയും ഒക്കെ അവർ ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഒരു സിറ്റുവേഷനിൽ അവിടെ എന്തുമാകാം, ആരും അവിടെ ചോദിക്കാനില്ല. അതായത് അവിടെ ബോംബ് കേസിൽ വരെ, വർക്കല പോലീസ് സ്റ്റേഷനിൽ ബോംബ് കേസിൽ പ്രതിയായിട്ടുള്ളവർ വരെ അതിനകത്തുണ്ട്. അപ്പം ആ രീതിയിൽ നിൽക്കുമ്പോൾ ആർക്കും പ്രതികരിക്കാൻ പറ്റുന്നില്ല. ഗുരുവിൻ്റെ ചിന്തകൾക്ക് അവിടെ പ്രസക്തിയില്ല. അതുപോലെ തന്നെ വിശ്വാസികളുടെ വികാരത്തിന് അവിടെ പ്രസക്തിയില്ല. അപ്പോൾ എനിക്കറിയില്ല എന്താ ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്നതെന്ന്. അപ്പം ഈ ഒരു സിറ്റുവേഷനിൽ ആർക്കും എന്തുമാകാം എന്നുള്ളതിൻ്റെ ഒരു രീതിയിലാണ് ശിവഗിരി തീർന്നിരിക്കുന്നതെന്ന് പറഞ്ഞാണ് ആൾക്കാർ ഇപ്പോൾ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിൽ സർക്കാർ ഇടപെടേണ്ടതിൽ സർക്കാർ ഇടപെടണം. ഭക്തരെ ഒരുമിച്ച് നിന്ന്, ഗുരു പറഞ്ഞിട്ടുണ്ട് സംഘടിച്ച് ശക്തരാവാൻ. അപ്പം നമ്മളിന്ന് സംഘടിച്ച് ഗുരുവിൻ്റെ ചിന്തയെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയാണ്, അതിനെ സംരക്ഷിക്കാനാണ് നമ്മൾ ശക്തരാവേണ്ടത്. ഗുരുവിൻ്റെ ചിന്ത ഉണ്ടെങ്കിൽ മാത്രമേ ലോകത്ത് ഇനി അങ്ങോട്ട് ശാന്തിയും സമാധാനവും വരുള്ളൂ. കാരണം ഗുരു പഠിപ്പിച്ച പലതും ജനം അറിയുന്നില്ല. ഇപ്പം സൂക്ഷ്മ ശരീരത്തെപ്പറ്റി ഗുരുവാണ് പഠിപ്പിച്ചത്. നമ്മുടെ ഉള്ളിലുള്ള 17 സൂക്ഷ്മ ശരീരത്തെ ഇന്ന് ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ആങ്കർ, സ്ട്രെസ്, ഡിപ്രഷൻ, അതുപോലെ തന്നെ പലതരത്തിലുള്ള അവസ്ഥകൾ, ആത്മഹത്യാ പ്രവണത, ഇതെല്ലാത്തിൻ്റെയും മൂല കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സൂക്ഷ്മ ശരീരം ശരിയല്ലാത്തതുകൊണ്ടാണ്. ഇതിനെപ്പറ്റി ശിവഗിരിയിൽ പഠനങ്ങളില്ല. ഇപ്പം ഇതുപോലുള്ള പഠനങ്ങളാണ് അവിടെ വരേണ്ടത്. അതുപോലെ തന്നെ വർഗീയതയ്ക്കെതിരെ, ഇവിടുത്തെ തീവ്രവാദത്തിനെതിരെ, ഇവിടുത്തെ മയക്കുമരുന്നിനെതിരെ മനുഷ്യനെ സ്ട്രോങ് ആക്കി എടുക്കാൻ ഗുരുവിൻ്റെ ചിന്തയ്ക്ക് മാത്രമേ പറ്റുള്ളൂ. എന്തിനധികം പറയണം. ഇപ്പോൾ വത്തിക്കാനിൽ പോയി, വത്തിക്കാനിലുള്ള അവിടെ പോകുന്നതിന് മുമ്പ് ഞാൻ ആരെയും ഇതായിട്ട് പറയുന്നതല്ല, നമ്മുടെ ആൾക്കാർ ശ്രീനാരായണ ഗുരുദേവനെ സ്പർശിച്ചില്ലായിരുന്നെങ്കിൽ, തൊട്ടില്ലായിരുന്നെങ്കിൽ ഗുരു ഒരു പക്ഷേ യേശുക്രിസ്തുവിനും മുകളിലെത്തി പോയനെ. അത്രയ്ക്കും വലിയ ഒരു ജ്ഞാനത്തിൻ്റെ ഉറവിടമാണ് ഗുരുവിൻ്റെ. ഒരു വരി എടുത്ത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തെടുത്താൽ പോലും ഒരു ആഴക്കടലാണ്. അപ്പോൾ അതുപോലെയുള്ള, അതായത് നമ്മുടെ ആൾക്കാർക്ക് ഗുരു എന്ന് പറയുന്നത് ഒരു പക്ഷേ ഗുരുവിന് വേണ്ട ആത്മോപദേശ ശതകമൊക്കെ എത്ര വ്യാഖ്യാനിച്ചാലും മതിയാവില്ല. അപ്പോൾ നമ്മുടെ ആൾക്കാർക്ക് ഗുരുവിന് വേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സംഘടനയുടെ ഭാഗമായിട്ട് ഒരു ഫോട്ടോ എടുത്ത് വെക്കുക, ഗുരുവിനെ അങ്ങനെ നിർത്തി. അല്ലെങ്കിൽ ഗുരുവിനിൽ നിന്നും ഇപ്പം ഗുരുവും ഗാന്ധിജിയും യേശുക്രിസ്തുവിൻ്റെയൊക്കെ പടം ഉള്ളത് കൊണ്ടാണ് പലവരും കഞ്ഞി കുടിച്ചു പോവുകയാണ് തമാശയ്ക്ക് ആൾക്കാർ പറയും. അതുപോലെ ഇവിടെ ഒരു കോക്കസിന് ജീവിക്കാൻ വേണ്ടി, ഒരു വേദി പങ്കിടാൻ വേണ്ടി, sometimes maybe they just want to use his photo as a vote bank or something else. They want to mint money out of it. അപ്പോൾ ഇങ്ങനെ പോകുന്നതല്ലാതെ ആത്മീയപരമായിട്ട് ഗുരുവിനെ ഇവിടെ എത്തിക്കുന്നില്ല. നമ്മൾ അവിടെ ഉള്ളിൽ, അതായത് ശത്രു ഉള്ളിൽ നിന്ന് ആക്രമിക്കുമ്പോൾ, അതായത് നമ്മൾ ഈ 2 തരത്തിലുള്ള ശത്രുവുണ്ട്. അതായത് അഹങ്കാരം ഉള്ളിൽ നിന്ന് നമ്മൾ ആക്രമിക്കുമ്പോൾ ശത്രു പുറത്തു നിന്ന് നമ്മളെ ഇല്ലാണ്ടാക്കും. അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ ശത്രു, പുറത്തു നിന്നുള്ള ശത്രുവിനെ നമുക്ക് തടയാൻ പറ്റും. ഈ അഹങ്കാരം എന്ന് പറയുന്ന ഒരു ശത്രു ഉള്ളിലുണ്ട്. ആ ശത്രുവിനെയാണ് ഇന്ന് ശിവഗിരിയിൽ പോലും പലവരും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ അഹങ്കാരത്തിലൂടെയാണ് അവർ സംസാരിക്കുന്നത്. നീ ആരാ ചോദിക്കാൻ, നമ്മളാണ് ഇവിടുത്തെ സർവാധികാരികൾ എന്നുള്ള ഒരു ടോൺ വരികയാണ്. ഒരു സന്യാസിക്ക് ഒരിക്കലും യോജിക്കാത്ത ഒരു ടോണാണത്.